ബോർഡിന്റെ ഒരു പാക്കേജിനെ ഒരു കോമ്പൻസേഷൻ പാക്കേജായിട്ട് അനുവദിച്ചു. പക്ഷെ ആ വർഷം തന്നെ നമ്മൾ ഇലക്ഷൻ തോറ്റ ശേഷം പുതിയ സർക്കാർ പഴയ സർക്കാരിന്റെ വാക്ക് പാലിച്ചില്ല. ഇവിടെയാണ് കുഴപ്പം ആരംഭിക്കുന്നത്. നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കാനും അവർക്ക് സഹായം കൊടുക്കാനും ആരുമില്ലാത്ത കാര്യം വലിയ ദുഃഖകാര്യമാണ്. അതുകൊണ്ടല്ലേ അവസാനത്തെ സമരം നടത്തിയത്. അതുകൊണ്ടല്ലേ സംഭവിച്ച കാര്യങ്ങൾക്ക് ശേഷം ഈ പിണറായി വിജയന്റെ സർക്കാർ ബിഷപ്പിനെയും അച്ഛന്മാരെയും എതിരെ അതിനെ പ്രതിയാക്കി കേസിറക്കിയത്. ഇതൊക്കെ അന്യായമല്ലേ? ആ പ്രതിയാക്കിയ ദിനം തന്നെ ഞാൻ ആ ദിവസം ശ്രീ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ച പോലെ ട്വിറ്ററിൽ എക്സില് ഞാൻ അത് തന്നെ തന്നെ ആവശ്യപ്പെട്ടു, ഈ കേസുകളെ പിൻവലിക്കണം, ഇവരെ പ്രതിയാക്കുന്നത് ശരിയല്ല. ഇവര് സമുദായ നേതാക്കളാണ്, മതത്തിന്റെ നേതാക്കളാണ്, അവര് കാര്യങ്ങൾ പറയാൻ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. ഈ സർക്കാർ ആരെയും കേൾക്കുന്നില്ല. അതാണ് ഈ വിഷയം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, തീരദേശക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടും അവർക്ക് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 10-20 പ്രാവശ്യം നമ്മുടെ തീരദേശത്തെ വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് പാർലമെന്റിൽ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കടലാക്രമണത്തിന്റെ വിഷയത്തെക്കുറിച്ച് ഞാൻ പ്രധാനമന്ത്രിക്ക് അടക്കമായി ചെയ്തി പറഞ്ഞിട്ടുണ്ട്. ചൈന നമ്മളുടെ 6 അടി ഭൂമി എടുത്താൽ നമ്മൾ അതിനൊരു ദേശീയ വിഷയമാക്കും. എന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നമ്മളുടെ സ്വന്തം കടലോരത്ത് നിന്ന് 64 സ്ക്വയർ കിലോമീറ്റർ നഷ്ടപ്പെട്ടിട്ടുണ്ട് കടലാക്രമണത്തിന്റെ കാര്യം. പക്ഷെ ആരും ഇതിനു വേണ്ടി പണം തരാൻ തയ്യാറല്ല. കേന്ദ്ര സർക്കാരിന്റെ മറുപടി എന്താണ്? ഞങ്ങൾക്ക് കൊടുക്കാനുള്ളതെല്ലാം നമ്മുടെ സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സംസ്ഥാന സർക്കാരിനോട് സംസാരിച്ചോളൂ. സംസ്ഥാന സർക്കാരിനോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു പൈസയുമില്ല ഒന്നും ചെയ്യാൻ. തൊട്ടടുത്ത് തമിഴ്നാട്ടിലെ പുളിമുട്ട് എല്ലാം 200 മീറ്റർ കാണുന്നു. കേരളത്തിൽ ഒന്നുമില്ല. കാരണം നമ്മുടെ സംസ്ഥാന സർക്കാരിന് കാശ് ചെലവാക്കാൻ കാശില്ല. നിങ്ങൾ ഓർമ്മയിലുള്ള 3 ആഴ്ച മുമ്പ് ഒരു 76 വയസ്സായ വിധവ ഹൈക്കോടതി പോയി എനിക്ക് ജീവിക്കാൻ മാർഗമില്ല, 3 മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഈ സംസ്ഥാന സർക്കാർ പറഞ്ഞത്? ഞങ്ങൾക്ക് ഈ വിധവയ്ക്ക് പെൻഷൻ കൊടുക്കാനുള്ള കാശില്ല. അതാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മ സ്ഥിതി. അതുകൊണ്ടല്ലേ നമ്മൾ ജനങ്ങൾക്ക് ദുഃഖം അനുഭവിക്കുന്നത്, എത്ര ബുദ്ധിമുട്ടല്ല അനുഭവിക്കുന്നത്. പക്ഷെ കേന്ദ്ര വഴിക്ക് ചെയ്യാനുള്ളതെല്ലാം നിങ്ങളുടെ MP നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത് ഞാൻ വീണ്ടും ആശ്വാസം കൊടുക്കുന്നു. സൈക്ലോൺ ഓഖി സംഭവിച്ച ദിനം ആ രാവിലെ തന്നെ ഞാൻ പൂന്തറ പാരിഷ് ഹാളിൽ എത്തി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആ ദിവസം തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം എത്തി. ഞങ്ങൾ ഇരുന്നിട്ട് ഓഖി ദുരന്തത്തിനെ കുറിച്ച് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് തീരുമാനിച്ച് എന്റെ ഫോണിനാണ് ഞാൻ മന്ത്രി നിതിൻ ഗഡ്കരിയെ വിളിച്ച്, എന്റെ ഫോണിനാണ് ഫൈനാൻസ് മന്ത്രി നിർമ്മല സീതാരാമനെ വിളിച്ച്, എന്റെ ഫോണിനാണ് കോസ്റ്റ് ഗാർഡ് കമാൻഡറെയും നേവൽ കമാൻഡറെയും വിളിച്ചിട്ട് നമ്മളുടെ മത്സ്യത്തൊഴിലാളികളെ പൊട്ടുപോയവരെ സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടത്. എല്ലാ ദിവസവും ആ ദുരന്തം നടക്കുന്ന സമയത്തിൽ ഇതിനെല്ലാം ഫോളോ ചെയ്ത് ജനങ്ങൾക്ക് സഹായം എത്തിച്ചതും ഓരോ റെസ്ക്യൂ മിഷൻ നടത്തിയതും പാർലമെന്റ് ഇതിനെക്കുറിച്ച് വാദിച്ചതും അഭിമാനത്തോടെ ഞാൻ പറയുന്നു, നിങ്ങളുടെ പ്രതിനിധിയായിരുന്നു. അതിനൊപ്പം മാത്രമല്ല ഞാൻ ഡൽഹി പോയി ഈ ഓഖി ദുരന്തമെല്ലാം അവസാനപ്പെട്ട ശേഷം ഇവർക്ക് വേണ്ടിയുള്ള സഹായം കേന്ദ്രം പ്രഖ്യാപിച്ചത് പോരാണെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി അടക്കം പോയി കണ്ടിട്ട് നല്ലൊരു തുക സഹായം നമ്മുടെ തീരദേശത്തേക്ക് എത്തിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തീരദേശത്തൊപ്പം നിൽക്കുന്ന ഒരു MP ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. നമ്മൾക്കറിയാം, കടലോരം നമ്മുടെ നഗരവും ഒരുമിച്ച് വികസിപ്പെടുന്നു. നഗരത്തിന്റെ വികസനത്തിൽ ഓരോരോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടെക്നോ പാർക്ക് ഞാൻ ആദ്യം വരുമ്പോൾ ആകെ 17,000 വ്യക്തികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ 70,000 എത്താറായി. അത് മാത്രമല്ല, എന്റെ ഇടപെടലായിരുന്നു ഓറക്കലിന് വന്ന പ്രസ്റ്റീജിയസ് രാജ് കമ്പനി കൊണ്ടുവന്ന് നിസാനിനെ സ്വാധീനിക്കാൻ ഞാൻ ഇറങ്ങി അവരുടെ അവിനേഷണത്തോടെ. അങ്ങനെയാണ് ഓരോരോ കമ്പനികൾ വന്നിട്ട് നമ്മുടെ തിരുവനന്തപുരത്തിന് തൊഴിൽ സാധ്യതകൾ കൂടുതലാക്കി. ഓരോരോ വികസന വിഷയത്തിൽ നിന്നു മാത്രമല്ല, എന്റെ അന്താരാഷ്ട്രീയ വ്യക്തിബന്ധങ്ങൾ നമ്മുടെ നഗരത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ UAE കോൺസുലേറ്റ് കൊണ്ടുവന്നത്. എത്ര ലക്ഷക്കണക്കിന് മലയാളികൾക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം. മണക്കാട് പോയാൽ വരിവരിയായി ക്യൂവിൽ നിൽക്കുന്ന മലയാളികൾ. മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ചെന്നൈയിലോ ബാംഗ്ലൂരിലോ ബോംബെയിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു കോൺസുലേറ്റ് ഉണ്ട്. ശ്രീലങ്കൻ കോൺസുലേറ്റ് കൊണ്ടുവന്നു. അതുപോലെ നിങ്ങൾക്കറിയണം, ഓരോരോ വിഷയത്തിൽ
നമ്മളുടെ ജനങ്ങൾക്ക് വിദേശത്ത് പോകാൻ കാര്യങ്ങളോ വിദേശത്തിൽ മരണപ്പെട്ട നമ്മുടെ തൊഴിലാളികൾക്കോ എല്ലാത്തിനുള്ള സഹായം പെട്ടെന്ന് ചെയ്തു കൊടുക്കാനും ഞാനും എൻ്റെ ഓഫീസിൽ നിന്നിട്ടുണ്ട്. എത്രയോ 300-400 കേസുകൾ നമുക്ക് സഹായിക്കാൻ സാധിച്ചു. എല്ലാ ആഴ്ചയും വല്ല ബുദ്ധിമുട്ടുകൾ സംഭവിക്കുമ്പോൾ ഞങ്ങളാണ് നിങ്ങളൊക്കെ നിന്നിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ പറയുന്നത് നിങ്ങളുടെ തപ്പുകൊട്ട് കേൾക്കാൻ വേണ്ടിയിട്ടല്ല, പറയുന്നത് മറ്റേവരുടെ പ്രചരണം കേൾക്കുമ്പോൾ ഇവിടെ 15 വർഷം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ചിലർ പറഞ്ഞ് നടക്കുന്നത്. അതാണെങ്കിൽ എൻ്റെ 68 പേജിന്റെ പുരോഗതിയുടെ റിപ്പോർട്ട് വായിച്ചു നോക്കട്ടെ അവർക്ക് ഇതും പല കാര്യങ്ങളും ഇപ്പം ഞാൻ പറയാത്തതും വായിക്കാൻ സാധിക്കും. പക്ഷെ കേൾക്കാൻ താല്പര്യം ഉണ്ടാവുന്നത് അതവർക്കില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ജനങ്ങളോട് പറഞ്ഞ് സൂചിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതിൻ്റെ ഒപ്പം നമ്മൾ ഒരു കാര്യം കൂടി മറക്കരുത്. ഈ തെരഞ്ഞെടുപ്പ് നമ്മളുടെ ഉദ്ഘാടകനും നമ്മളുടെ ശ്രീ മുനവർ അലി പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഭാരതത്തിന്റെ ഭാവിയെക്കുറിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. ഇത് തിരുവനന്തപുരത്തിന്റെ ഭരണോ വികസനമോ മാത്രമല്ല വിഷയം. നമ്മൾക്ക് ആഗ്രഹമുള്ളത് ഡൽഹിയിൽ ഒരു സർക്കാർ മാറ്റം കൊണ്ടുവരാനാണ്. അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. നമ്മൾക്ക് ആവശ്യമുള്ളത് എന്താണ്? ഈ മോദി സർക്കാരിനെ മാറ്റി ജനാധിപത്യത്തിൽ വിശ്വാസിക്കുന്ന, മതേതരത്തിൽ വിശ്വാസിക്കുന്ന ഇന്ത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിയും ഒരു സർക്കാർ വരാനാണ് നമ്മുടെ ആഗ്രഹം. അതിനാണ് നമ്മൾ മത്സരിക്കുന്നത്. അത് ഒരിക്കലും മറക്കരുത്. അതില് CPI-യോ CPM-ഓ എന്താ ചെയ്യാൻ പോകുന്ന ഒരു പിടുത്തമില്ല. അവർ നമ്മളൊപ്പം പിന്തുണ തന്നിട്ടും ഇന്ത്യ മുന്നണി വന്നാൽ നല്ല കാര്യം തന്നെ. പക്ഷെ ഇവിടെ നമ്മളെ എതിരിക്കുമ്പോൾ, നമ്മുടെ വോട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ എതിർ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഇറക്കുമ്പോൾ അത് ഒരൊറ്റ പാർട്ടിക്ക് ഗുണം ചെയ്യുന്നു. ഇപ്പൊ ഭരിക്കുന്ന മോദി സർക്കാരിന്റെ BJP സ്ഥാനാർത്ഥിക്ക് മാത്രമേ ഗുണം ചെയ്യുള്ളൂ. നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് പറയുന്നത്, ഈ പോരാട്ടം എന്താണ് ജനങ്ങൾക്ക് മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തിന് 1947 പാർട്ടിഷൻ ചെയ്തപ്പോൾ എന്തായിരുന്നു വിഷയം? ഐഡിയോളജി ആയിരുന്നു. ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റുകാരും ഒരു ഭാഗത്ത് ക്യാപിറ്റലിസ്റ്റുമായിരുന്നു. അല്ല, എന്തായിരുന്നു? ജോഗ്രഫി ആയിരുന്നു. ദക്ഷിണ ഭാരത ഒരു ഭാഗത്തും വടക്കൻ ഭാരത വേറെ ഭാഗത്തും അതുമായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു വിഷയം? വിഷയം ഒറ്റൊന്നായിരുന്നു. എന്താണ്? മതമാണോ നമ്മുടെ ദേശീയത്തിന്റെ അടിസ്ഥാനം? അത് വിശ്വാസിച്ചതവര് ഈ രാജ്യം വിട്ടിട്ട് പാകിസ്ഥാൻ ഉണ്ടാക്കി അവര് പോയി. പക്ഷെ ഇന്ത്യയിൽ ഇരുന്ന എല്ലാവരും, അത് മഹാത്മാഗാന്ധി മുതൽ ജവഹർലാൽ നെഹ്റു, ഡോക്ടർ അംബേദ്കർ, സർദാർ പട്ടേൽ, മൗലാന ആസാദ്, ഇവരെല്ലാവരും എന്താ പറഞ്ഞത്? നമ്മുടെ സ്വതന്ത്ര സംഘർഷം എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ഈ രാജ്യത്തെ സ്ഥാപിക്കാൻ പോണതും എല്ലാവർക്കുമാണ്. അങ്ങനെയാണ് അതിനൊരു ഭരണഘടന എഴുതിയത് ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ. ആ ഭരണഘടന എന്താ പറഞ്ഞ്? നിങ്ങളുടെ ജാതി ഏതായാലും, നിങ്ങളുടെ മതം ഏതായാലും, നിങ്ങളുടെ ഭാഷ ഏതായാലും, നിങ്ങളുടെ നിറം ഏതായാലും, നിങ്ങളുടെ സംസ്ഥാനം ഏതായാലും ഇതൊന്നും പ്രശ്നമല്ല. നിങ്ങളൊരു ഭാരതീയ പൗരനാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒരേ അവകാശത്തോടെ ജീവിക്കാൻ സാധിക്കണം ഈ രാജ്യത്ത്. അതാണ് ഭരണഘടന അടിസ്ഥാനം. പക്ഷെ അതാണോ ഇപ്പൊ നമ്മുടെ ഡൽഹി കേന്ദ്ര സർക്കാർ കാണിക്കുന്നത്? അതിന് വിശ്വാസമാണ് ഒരു മതം, ഒരു നേതാവ്, ഒരു പാർട്ടി, ഒരു രാജ്യം, ഒരു ഇലക്ഷൻ, അതും കൂടി പറയാൻ തുടങ്ങിയത്. അവർക്ക് ഒരു വിധത്തിലും ഭാരതത്തെ ഭൗസ്വരത്തെ കൊണ്ടൊരു പിടുത്തമില്ല, തീരെ വിശ്വാസമില്ല. ശ്രീ മുനവർ അലി ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇതാണ് ഐഡിയ ഓഫ് ഇന്ത്യ. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നൊരു വളർച്ച, എല്ലാവരുടെയും പേരിൽ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, എല്ലാവരെയും നന്നായി ഒന്നായി കണ്ടിട്ട് ഈ രാജ്യത്തെ നന്നാക്കാൻ ഇറങ്ങുന്ന പാർട്ടികളാണ് ഞങ്ങളെല്ലാം. അതുകൊണ്ട് നമ്മളുടെ വിജയം അത്യാവശ്യമാണ്. പക്ഷേ മറ്റേത് പറഞ്ഞു നടക്കണം. ഈ തെരഞ്ഞെടുപ്പിന് ആവശ്യമില്ല, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു. മോദി എല്ലാവരും പറഞ്ഞു 370 സീറ്റ് കിട്ടും BJPക്ക്, അവര് മുന്നണിക്ക് 400 ആകും. ഞാൻ അവരോട് ചോദിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യമാണ്, എവിടുന്നാണ് നിങ്ങൾക്ക് സീറ്റ് കിട്ടാൻ പോണത്? നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചു തരും. അവർക്ക് ഉത്തരമില്ല. കാരണം അവർ ശക്തമായിരിക്കുന്ന എല്ലാ സംസ്ഥാനത്തിലും 2019 മാക്സിമം സീറ്റ് കിട്ടിയിട്ടാണ് അവർ 300 എത്തിയത്. ഇതിന് കാട്ടി സീറ്റ് കൂടാനില്ല. അവർക്ക് ഒരൊറ്റ വഴിയെ പോകാൻ സാധിക്കുന്നത് താഴെയാണ്. 300 അല്ല, അവർക്ക് 272 ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത ഇല്ല. അതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇപ്പൊ കൂടി എതിരെ പ്രവർത്തിക്കുന്ന, പ്രചരണം ചെയ്യുന്ന BJP സ്ഥാനാർത്ഥി എല്ലാവരോടും പറയുന്നു, ശരി, ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് തരൂർ ചെയ്തിട്ടുണ്ടാവായിരിക്കും,
പക്ഷേ തരൂരിന് വോട്ട് കൊടുത്താൽ അദ്ദേഹം പ്രതിപക്ഷത്തിലിരിക്കും. എനിക്ക് വോട്ട് തന്നാൽ ഞാൻ മന്ത്രിയാവും, എന്തൊക്കെയോ കൊണ്ടുവരാൻ സാധിക്കുന്നുവെന്ന സ്വപ്നങ്ങൾ കാണിക്കുന്ന ആൾക്കാർ. ഞാൻ പറയട്ടെ, അവർ ജയിക്കാൻ പോകുന്നെങ്കിൽ ആരാണ് മന്ത്രിയാവാൻ പോകണം? അദ്ദേഹമാണ്. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, അവർക്ക് ജയിക്കാനുള്ള സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയത് ആരാണ്? ശ്രീ നരേന്ദ്രമോദിയാണ്. അതിന്റെ തെളിവെന്താണ്? അദ്ദേഹം പുറത്താക്കി, ചീത്ത വാക്ക് പറഞ്ഞിട്ട് NDA മുന്നണിയിൽ നിന്ന് പുറത്താക്കിയ പാർട്ടികൾ ഇപ്പോൾ അദ്ദേഹം കെഞ്ചി തിരിച്ചു കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന് അറിയാം, അവരുടെ സഹായമില്ലാതെ ഭൂരിപക്ഷത്തിന്റെ സാധ്യത കൂടിയില്ല. അദ്ദേഹത്തിനെതിരെ തെറി വിളിച്ച ഭീകരവാദി എന്ന് പറഞ്ഞ ശ്രീ ചന്ദ്രബാബു നായിഡുവിനെ അദ്ദേഹം പോയി കെഞ്ചി തിരിച്ചു കൊണ്ടുവന്നു. എല്ലാം ക്ഷമിച്ചു, വരൂ, എന്നെ സഹായിക്കൂ എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മളുടെ സർക്കാരിന്റെ മന്ത്രിയായ അജിത് സിംഗിന്റെ മകൻ ശ്രീ ജയന്ത് ചൗധരി പോയിട്ട് ദേവൻ വരൂ, 2 സീറ്റും കൂടിയെങ്കിൽ ഞങ്ങൾ UP കിട്ടിട്ട് വരൂ, ഞങ്ങളൊപ്പം പറഞ്ഞു സ്വാധീനിക്കും. അക്കാലിദൾ കർഷകരുടെ സമരത്തിൽ വിട്ടവരെ അവരോട് പോയി സംസാരിക്കുന്നു, പഞ്ചാബിൽ ഞങ്ങളെ വന്ന് സഹായിക്കുമെന്ന് പറയുന്നു. ഇന്ത്യ മുഴുവൻ കാണുന്ന എന്താണ്? BJPയുടെ ഭയമാണ്. അവർ ജയിക്കില്ല എന്ന് അവർക്ക് അറിയുന്ന കാരണമാണ് ഇതൊക്കെ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് BJP ഉറപ്പമായി ജയിച്ചു എന്ന് പറയുന്നവരോട് നിങ്ങൾ തിരിച്ചു ചോദിക്കൂ, എങ്ങനെയാണ് നിങ്ങൾ ജയിക്കാൻ പോകുന്നത്? എവിടെ, ഏത് സംസ്ഥാനത്തിലാണ് നിങ്ങൾ എണ്ണം കൂടാൻ പോകുന്നത്? പറഞ്ഞു തരും. നിങ്ങൾക്ക് ഹരിയാനയിലെ എല്ലാ സീറ്റും ജയിക്കാൻ സാധിച്ചു, ഈ തവണ നിങ്ങൾ കുറച്ച് തോൽക്കും. തെലങ്കാനയിൽ നിങ്ങൾ കോൺഗ്രസ് 2 സീറ്റ് വിട്ടുകൊടുത്തുള്ളൂ, ഈ തവണ 10 കോൺഗ്രസ് കിട്ടും. കർണാടകയിൽ 1 സീറ്റ് കോൺഗ്രസ് വിട്ടുകൊടുത്തുള്ളൂ, ഈ തവണ 12 കിട്ടും. ഇതെല്ലാം നോക്കുമ്പോൾ ഓരോരോ സംസ്ഥാനം നോക്കിക്കോളൂ, കോൺഗ്രസിന്റെ എണ്ണം കൂടും, ഇന്ത്യ മുന്നണിയുടെ എണ്ണം കൂടും, BJPന്റെ എണ്ണം ചുരുങ്ങും. അത് ഉറപ്പമാണ്. നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളുടെ കഥ നോക്കിയാൽ മതി. അതുകൊണ്ട് BJP കൂടുതൽ ധൈര്യം കൂടെ കാണിക്കാൻ ആവശ്യമില്ല. അവരുടെ സ്ഥാനാർത്ഥി മന്ത്രിയാവാൻ പോകുന്നില്ല, കാരണം അവരുടെ മന്ത്രാലയമല്ല വരാൻ പോകുന്നത്. നിങ്ങൾ അതും കൂടി നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് ധൈര്യത്തോടെ ഇറങ്ങിക്കോളൂ. ഷിബു ബേബി ജോൺ തന്നെ ചൂണ്ടിക്കാണിച്ച് ആരാണ് പ്രധാനമന്ത്രിയാവേണ്ടത്? ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളോ അതോ EDയും CBIയും ഇൻകം ടാക്സിനെയും ഒക്കെ ഒരു ആയുധമായി ഉപയോഗിച്ചിട്ട് ജനങ്ങളുടെ എതിരുപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു രാഷ്ട്രീയം ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളെല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു പൗരനെയാണോ വേണ്ടത്? അതോ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ തവണ മതത്തിന്റെ പൗരത്വത്തിന്റെ ഒരു ലോയിൽ ഒരു നിയമത്തിൽ കൊണ്ടുവന്ന നരേന്ദ്രമോദിയാണോ വേണ്ടത്? ഞാൻ ഇതും കൂടി പറയാം. മുന്നവരാണ് ചൂണ്ടിക്കാണിച്ച കാരണം എനിക്കത് ചെയ്യാൻ ആവശ്യമില്ലെങ്കിലും കൂടി ഞാൻ അഭിമാനത്തോട് പറയുന്നു, ഈ ലോ വന്ന ഉടനെ ഞാൻ ഉടനെ എണീച്ച് പറഞ്ഞു, ഈ ലോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. ഈ ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഭരണഘടന ലംഘനമാണ്. അത് പറഞ്ഞ് ഞാൻ സംസാരിച്ചതിന്റെ യൂട്യൂബ് വീഡിയോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനത് ചെയ്ത ശേഷം E.T. മുഹമ്മദ് ബഷീറും സംസാരിച്ചു. ഞങ്ങൾ 2 പേരുമാണ് ഈ വിഷയത്തെ ഈ ബില്ലേ കൊണ്ടുവരാൻ പാടില്ല പറഞ്ഞത്. അതിന് ഭൂരിപക്ഷം ഉപയോഗിച്ച് ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിനെ ശക്തമായി എതിരിച്ചത് ഞാനും ഉണ്ടായിരുന്നു, ശ്രീ E.T. മുഹമ്മദ് ബഷീറും ഉണ്ടായിരുന്നു. മലയാളികൾക്ക് അറിയാതിന്റെ എന്താണ് വലിയ ബുദ്ധിമുട്ട് ഈ CAA. കാരണം ഈ CAA വഴിക്ക് അവർക്ക് 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, ആദ്യത്തെ തവണ ഈ രാജ്യത്തിന് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചൊരു രാജ്യമാക്കാൻ അവർ കുറെ വർഷങ്ങളായിട്ട് ഹിന്ദു രാഷ്ട്ര മുദ്രാവാക്യം വിളിക്കുന്നു. പക്ഷെ ഹിന്ദു രാഷ്ട്രമാവാൻ സാധിക്കില്ല എന്നുള്ള ഭരണഘടന പറയുന്നു, എല്ലാവരും ഒന്നുപോലെ കാണുന്നു. അതുകൊണ്ടാണ് അവർ ഈ നിയമം കൊണ്ടുവന്നത്. അത് ഒന്ന്. രണ്ടാമത്തെ ഒരു ഉദ്ദേശം എന്താണ്? ഇത് ചെയ്ത ശേഷം ഭാരതത്തിന്റെ മുഖചരിത്രം തന്നെ മാറ്റാനാണ്. നിങ്ങൾക്കറിയണം, ഇത് വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി ആ സമയം മുതൽക്ക് എതിരിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ അഭിമാനത്തോട് പറയുന്നു, ഞാൻ ഇന്ത്യയിലത്തെ ആദ്യത്തെ രാഷ്ട്രീയക്കാരനായിരുന്നു. ഷഹീൻ ബാഗിലത്തെ മുത്തശ്ശിമാര് ഡൽഹിയിൽ പാതയിലിരുന്ന് ഈ ലോയിന്റെ എതിരെ പ്രതിഷേധം ചെയ്യുമ്പോൾ ഞാനാണ് ആദ്യത്തെ രാഷ്ട്രീയക്കാരൻ അവിടെ പോയിട്ട് അവരോട് സംസാരിച്ചതും ഞാൻ പ്രഭാഷണം ചെയ്തതും. അതുപോലെ തന്നെ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും ഈ വിഷയത്തിൽ സംസാരിച്ചതാണ്. കോൺഗ്രസ് പാർട്ടി എല്ലാ ജില്ലയിലും CAA-നെതിരെ പ്രതിഷേധം നടത്തിയപ്പോൾ 7 എണ്ണത്തിന്റെ ഉദ്ഘാടകൻ ഞാനായിരുന്നു. കോഴിക്കോട് മുതൽ പാലക്കാട് വരെ ഈ CAA വിഷയത്തിനെതിരെ പാർട്ടി എന്നോട് പറഞ്ഞു, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എത്ര അറിയുന്നു പറയൂ. അപ്പൊ ഞാൻ എല്ലാവരുടെയും ഉദ്ഘാടനം ചെയ്തു. അപ്പൊ നമ്മളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് ഒന്നും പറഞ്ഞില്ലല്ലോ ഈ വിഷയത്തിൽ, ആരിഫ് മാത്രമേ ഉണ്ടായിരുന്നു പറയുമ്പോൾ നമുക്ക് എന്താ ചിരിക്കണോ അതോ കരയണോ എന്നാണ് ചോദ്യം നമ്മുടെ മനസ്സിൽ. കാരണം ഈ മുഖ്യമന്ത്രിക്ക് അതും കൂടി
പറഞ്ഞു കൊടുക്കാനും ഈ ചെറിയൊരു ഗൂഗിൾ റിസർച്ച് ചെയ്യാനുള്ള സ്റ്റാഫ് ഇല്ലേ? അത്രത്തോളം പൈസ ഇല്ലായ ആരും ഈ സർക്കാരിന്. അവർക്ക് ഒരാൾക്ക് ശമ്പളം കൊടുത്തിരുന്നു ഗൂഗിൾ നോക്കാൻ 5 മിനിറ്റ് പറഞ്ഞാൽ എല്ലാം കാണാം. 5 മിനിറ്റ് മതി. പക്ഷെ മുഖ്യമന്ത്രി ഇങ്ങനൊരു അടിസ്ഥാനമില്ലാതെ ആരോന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് എന്താ പറയേണ്ടത്? നമ്മളുടെ മുഖ്യമന്ത്രിയുടെ സ്ഥിതി ഇത്ര മോശമായല്ലോ എന്നേ പറയാൻ സാധിക്കുള്ളൂ. അദ്ദേഹത്തെ സത്യം കൂടി കണ്ടുപിടിച്ച് സംസാരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. നമ്മൾക്ക് ആവശ്യമുള്ളത് ഭാരതത്തിനെ ഭൗസ്വരത വിലവെക്കുന്ന, ഭാരതത്തെ ഭൗസ്വരതയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടികളാണ്. ഭാരതത്തെ ഭിന്നിക്കുന്ന പാർട്ടികളല്ല. ഇവര് രാമരാജ്യ കൊണ്ടുവരുമെന്ന് പറയുന്നത്. പക്ഷെ ഏത് രാമനാണ് അവരുടെ മനസ്സിലുള്ളത്? മഹാത്മാഗാന്ധിയെ വഴിവെച്ചിട്ട് അദ്ദേഹം മരിക്കുമ്പോൾ പറഞ്ഞ രാമനാണോ? ഹേ രാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മരിച്ചത്? അതോ അദ്ദേഹത്തിനെ വഴിവെച്ച നാഥുറാം ഗോഡ്സെയാണോ അവരുടെ മനസ്സിൽ? എങ്കിൽ രാമരാജ്യമാണോ വേണ്ടത്, അത് നാഥുറാം രാജ്യമാണോ വേണ്ടത് ഞാൻ ചോദിക്കുന്നു. അതാണ് BJP-ക്കാരോട് ചോദിക്കാനുള്ള ചോദ്യം. അങ്ങനെയുള്ള രാജ്യം നമ്മുടെ രാജ്യം, നമ്മുടെ പരിചയമുള്ള, നമ്മുടെ ഭൂരിപക്ഷം ജനിക്കുന്ന ആൾക്കാർ ജനിച്ചു വന്ന രാജ്യമല്ല. ഞാൻ ഈ ചെറുപ്പക്കാരെ, ഈ വിദ്യാർത്ഥികളെ, KSU വിദ്യാർത്ഥികളെ, ഈ യുവാക്കളെ അതിനെ കാണുമ്പോൾ ഈ ചിന്തയുള്ളൂ അവരുടെ ഭാവി എന്തായിരിക്കും? ഏത് വിധത്തിന്റെ ഭാരതത്തിലാണ് അവര് കോളേജ് പുതിയ ജോലികൾ ആരംഭിക്കുക? ഏത് വിധത്തിന്റെ ഭാരതത്തിലാണ് അവർക്കൊരു ഭാവി കാണുന്നത്? ഒരിക്കലും നമ്മുടെ ഭൂമിയിൽ ഒരു പാർട്ടിഷൻ കൊണ്ടുവന്നു. ഈ തവണ നമ്മുടെ ആത്മാവിൽ ഒരു പാർട്ടിഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് നമ്മൾ ഭരിക്കുന്നത്. അവരുടെ ഭരണത്തിലാണ് ഇവരെല്ലാം പോകുന്നത്. പക്ഷേ അവര് ഈ വിദ്യാർത്ഥികളെ കോളേജിൽ തൊഴിൽ ചെയ്യുമ്പോൾ അതും കൂടി കൊടുക്കാനുള്ള കഴിവുള്ള സർക്കാർ. ഇപ്പോൾ നമ്മൾ തൊഴിലില്ലായ്മ